നമസ്കാരം. ഞാൻ ശ്രീകൃഷ്ണ വസിഷ്ഠ മഹാദേവ ക്ഷേത്രത്തിലെ മുഖ്യ കാര്യദർശി അരൂർ മധുസൂദൻ പണിക്കർ. ഇന്ന് ഞാൻ വന്നത് ഹോമങ്ങളും ഹോമഫലങ്ങളും എന്നതിനെക്കുറിച്ചുള്ളതാണ്. എന്താണ് ഹോമം? എന്താണ് ഹോമത്തിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ? എല്ലാവരുടെയും വിചാരം ഹോമം ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അതിൻ്റെ ഫലം ആരംഭിക്കുന്നതാണ്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. ആ പ്രവണത ഉണ്ടാക്കിയത് ഇന്നത്തെ മന്ത്രവിധിയുടെ പോരായ്മകൾ തന്നെയാണ്. കാരണം ഒരു പൂജകൾ കഴിയുകയോ അല്ലെങ്കിൽ ഒരു ഹോമങ്ങൾ കഴിയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇത്ര ദിവസം അതിൻ്റെ മൂലമന്ത്രങ്ങളെല്ലാം ഫലിക്കണമെങ്കിൽ അതിന് കർമ്മയോഗങ്ങളുണ്ട്. ആ കർമ്മയോഗത്തിലേക്ക് നാം എത്തണമെങ്കിൽ നാം ദിവസവും അതേപോലെ തന്നെ ആ പറഞ്ഞ മന്ത്രങ്ങൾ നമ്മൾ ജപിച്ചു തുടങ്ങണം. ഒരു രക്ഷാകവചമായ ദേഹരക്ഷ ധരിക്കുകയാണെങ്കിൽ തന്നെ ഏതൊരു രക്ഷയുടെ മന്ത്രമാണോ നമ്മൾ ധരിച്ചിരിക്കുന്നത് ആ രക്ഷാമന്ത്രം നമ്മൾ ദിവസവും ചൊല്ലിയെങ്കിൽ മാത്രമേ ആ രക്ഷ കൊണ്ട് നമുക്ക് ഫലം സിദ്ധിക്കുകയുള്ളൂ. ഒരു വിദ്യ ജപിച്ച് നെയ്യ് കൊടുക്കുമ്പോൾ ആ നെയ്യ് കഴിക്കുന്നത് കൊണ്ട് ആ കുട്ടിക്ക് ബുദ്ധി ഉണ്ടാവണം നിർബന്ധമില്ല. ബുദ്ധിമറവുണ്ടാകും. പക്ഷേ ആ കുട്ടിക്ക് ഒരു ശ്രീവിദ്യാമന്ത്രമോ അല്ലെങ്കിൽ വിദ്യാരാജഗോപാല മന്ത്രമോ എഴുതി കൊടുത്ത് ആ കുട്ടി ദിവസം ചെല്ലുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഫലമുണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. തന്നെയുമല്ല, ഏതൊരു വ്യക്തിയും നിത്യപൂജകൾ എന്ന പോലെ തന്നെ നിത്യ കൃത്യാനിഷ്ഠകൾ ചെയ്തെങ്കിൽ മാത്രമേ അതിന് ഫലങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.